കഴിഞ്ഞ ദിവസമൊക്കെ ഈ സ്ത്രീക്ക് വേണ്ടി വലിയ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. ആ അമ്മ പിന്നെ എന്ത് വേണം, ആ അമ്മ ആ കുഞ്ഞിനെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താ പറയുക കാരിക്കേച്ചറുകളൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ചില ചിത്രങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് അങ്ങനെ കുറേ വരകളും കുറേ കവിതകളും. ഇവരെ വീടുകളിലെല്ലാം ഇങ്ങനെ സംഭവിച്ച ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതാണ് എൻ്റെ ഒരു പ്രശ്നം. കുറേ ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ട് ചെറിയ ചെറിയ കവിതകൾ വരികളൊക്കെ എഴുതി. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവിതകളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇനിയിപ്പോൾ ഒരു മാധ്യമം എടുത്ത് ഇന്ന ആൾ ഇതുപോലെ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കാര്യസംഭവമൊന്നുമില്ല. പക്ഷേ ഈ അമ്മ കൊടുത്തിരിക്കുന്ന മൊഴി തന്നെ ഇപ്പോൾ പോലീസ് പറയുന്ന ആ മൊഴി ഉണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭർത്തൃ വീട്ടുകാർ എന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു, മക്കളും ഞാനുമായിട്ട് അടുപ്പത്തിലല്ല, മക്കൾക്കും ഇഷ്ടമല്ല അമ്മയെ. അത് അമ്മയുടെ രീതി കൊണ്ടായിരിക്കാം മക്കൾക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ അതിന് പക വീട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് ആ മൊഴി തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ അവർ ഈ പീഡനം അറിഞ്ഞില്ല എന്നാണ്, ഞാൻ ഈ പീഡനം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പീഡനത്തിൽ നിന്ന് രക്ഷിക്കാനാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. അതാണ് അവർ കൊടുത്തിരിക്കുന്ന ഇതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ്. പക്ഷെ പോലീസ് അത് മാറ്റിക്കും. കേസ് നിലനിൽക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പം പ്രതി പറയുന്നു അമ്മയ്ക്ക് അറിയാമായിരുന്നു അമ്മ എന്നെ അടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട് അയാൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മ അത് മാറ്റി പറയുകയും ചെയ്ത് മൊഴിയിലെ വൈരുദ്ധ്യം കേസിനെ ബാധിക്കുന്നത് രണ്ടാവും. രണ്ട് പൊട്ടീര് കൊടുത്തിട്ടായാലും ആ രീതിയിലാക്കി കൊടുക്കും. അതൊക്കെ പോലീസ് ആക്കി കൊടുക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ ഇരിക്കുന്നത്. പോലീസിന്റെ പണി നമുക്കറിയാമല്ലോ. ചില കാര്യങ്ങളൊക്കെ പോലീസ് ചെയ്യേണ്ടടുത്ത് ചെയ്തു വെക്കും.